ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹല നീസിലേക്ക് സ്വാഗതം. ഒരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്, ഒരു കപ്പ് തേങ്ങ, 4 ബിസ്ക്കറ്റ്, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, ആവശ്യത്തിന് പഞ്ചസാര, റോൾ ചെയ്തെടുക്കാൻ വേണ്ടി റവ എടുത്തിട്ടുണ്ട്, പിന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ ഓയിലും വേണം. ഈന്തപ്പഴം ഇതുപോലെ കുരു കളഞ്ഞ് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായി അടിച്ചെടുക്കണം. ഇനി വേണ്ടത് തേങ്ങയാണ്. പാൻ വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പഞ്ചസാരയും ചേർത്ത് മിക്സ് ചെയ്യാം. നല്ല മധുരം ഉണ്ടാവണം, കുറച്ച് കൂടുതൽ തന്നെ മധുരം ചേർക്കാം. ഇത് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല, പഞ്ചസാര ഒന്ന് മിക്സ് ആയാൽ മാത്രം മതി. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇനി വേണ്ടത് ബിസ്ക്കറ്റാണ്. ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി അടിച്ചു വെച്ച ഡേറ്റ്സിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ ചേർക്കാനുള്ളത് പൊടിച്ച് വെച്ച ബിസ്ക്കറ്റ്. ഇത് രണ്ടും ചേർത്ത് നന്നായി കുഴച്ചെടുക്കണം. ഇതിൽ നിന്നും കുറച്ച് ഡേറ്റ്സ് എടുത്ത് കയ്യിൽ വെച്ച് ഒന്ന് പരത്തിയെടുക്കാം. ഇതിൻ്റെ സെൻറ്ററിലായി ഒരു അണ്ടിപ്പരിപ്പ് വെച്ച് ഇതൊന്ന് ബോൾസ് ആക്കിയെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള ഡേറ്റ്സും ബോൾസാക്കി മാറ്റി വെക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു ബാറ്റർ തയ്യാറാക്കാനുണ്ട്. അതിനു വേണ്ടി ഒരു ബൗളിൽ 4 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. ഇത് വെള്ളം ചേർത്ത് ലൂസായി കലക്കിയെടുക്കണം. പിന്നെ വേണ്ടത് കുറച്ച് റവയാണ്, അതും കൂടി എടുത്തു വെക്കാം. ഇനി ഉരുട്ടി വെച്ച ഓരോ ബോൾസും എടുത്ത് മൈദയിൽ ഡിപ്പ് ചെയ്ത് റവയിൽ റോൾ ചെയ്യാം. വീണ്ടും മൈദയിൽ ഡിപ്പ് ചെയ്ത് റവയിൽ റോൾ ചെയ്തെടുക്കണം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് അതിലേക്ക് ഓരോ ബോൾസും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഡേറ്റ്സ് ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിൾ റെസിപ്പിയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇനി വേറൊരു വീഡിയോയിൽ കാണാം.